കേൾക്കാം, ഫീബിൾ ആണ്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഹൈലി ഇൻഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് അപ് ടു 7th ക്ലാസ് കുട്ടികൾക്ക് വേണ്ടതെന്നാണ് എൻ്റെ ജനറൽ അഭിപ്രായം. അതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് 4 ബുക്സ് ഗ്രാൻഡ് ചൈൽഡ് കെയറിൽ, ഞാനിപ്പോൾ ഗോപകുമാർ ടോപ്പിക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ ബുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ A to Z ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. A to Z എന്ന് പറയുന്നത് അംബീഷ്യസ് ബിഗിനിങ്. ഓരോ ചാപ്റ്ററും ABCD അങ്ങനെയാണ്. A എന്ന് പറഞ്ഞാൽ അംബീഷ്യസ്, B ബിഗിനിങ്, C ചൈൽഡ്, ഡ്രീം, D E ഏർലി, ഫ്യൂച്ചറിസ്റ്റിക് ഗൈഡ്, അങ്ങനെ Z വരെയുള്ള ഒരു 26 ചാപ്റ്റേഴ്സിന്റെ 4 ബുക്കുകളാണ്. ഓക്കെ, ഇത് ടോട്ടലി നമ്മുടെ കുട്ടികൾ ഇപ്പൊ ടൈനി തോട്ട്സ് അല്ല, ദേ ആർ ഓൾ ടെക്നിക്കൽ തോട്ട്സ്. ഗാഡ്ജറ്റ് വെച്ചിട്ട് അവരെ കുറേ സംഭവം പഠിപ്പിക്കാം. നമ്മുടെ കാലത്തൊന്നും ഇല്ലാത്ത ഇപ്പം തറയും പറയൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. നഴ്സറി റൈംസ് പണ്ട് പഠിച്ച അതും ആവശ്യമില്ല. കുറേ ഡോക്യുമെന്ററീസും കുറേ സംഭവങ്ങളും പഠിച്ച് അവർക്ക് ഹൈലി നോളജബിൾ ആക്കിയിട്ട് മാറ്റാനുള്ള കുറേ ഫെസിലിറ്റീസ് നമുക്ക് ചുറ്റുമുണ്ട്. ആക്ച്വലി കുട്ടികളുടെ ബ്രെയിനിന് എത്ര കപ്പാസിറ്റി ഉണ്ടോ അതിന്റെ 1% പോലും നമ്മൾ കൊടുക്കുന്നില്ല. സെയിം റിപ്പീറ്റ് ചെയ്ത് LKG UKG സെയിം ഗുഡ് ഓൾഡ് ടീച്ചേഴ്സ്, ക്ലാസ് റൂം അറേഞ്ച്മെന്റ് ഈസ് ടോട്ടലി ബാഡ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈലിൽ ക്ലാസ് റൂം അറേഞ്ച്മെന്റ്, എക്സ്പെൻസീവ് അല്ലാത്ത വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ, ബ്രോട്ടവേ സാധനങ്ങളല്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മോഡൽ ഉണ്ടാക്കാൻ വാക്സും മഡും ഒക്കെയാണ് ഉപയോഗിക്കുക. ആക്ച്വലി നോട്ട് റിക്വയർഡ്. നമ്മുടെ സാധാരണ കൈയൊക്കെ ഹൈജീൻ ആക്കി നല്ല ഒരു ബേസിൻ കൊടുത്ത് അതിനകത്ത് നമ്മുടെ സാധാരണ മൈദയോ ആട്ടയോ കൊടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള മോഡൽ ഉണ്ടാക്കി ആ മോഡൽ വറുത്ത് അവർക്ക് തന്നെ തിന്നാൻ കൊടുക്കാം. മനസ്സിലായോ? അങ്ങനെ കുട്ടികളെ ക്രിയേറ്റീവായിട്ട് ഡൈനാമിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക്ഷോപ്പുകളാണ്. ഒരു കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, ഒരാളല്ല, അതൊരു കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കുറെ പ്രായമുള്ളവർ വെറുതെ ഇരിക്കുന്നുണ്ടാവും, അവരെ വന്ന് കഥ പറയണം, അപ്പൊ അവർക്കും ഒരു എന്റർടൈൻമെന്റ് ആയി. കുറെ യങ്സ്റ്റേഴ്സ് ജോലി കിട്ടാതെ ഇരിക്കുന്നുണ്ടാവും, അവരെയും കൊണ്ടുവരിക. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു 5 കുട്ടികളോ 10 കുട്ടികളോ ഉള്ളൊരു ക്ലാസ്, കാരണം നിങ്ങൾ എക്സ്ട്രാ ഫെസിലിറ്റി ഒന്നുമില്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. അതേപോലെ ഒരു 4-5 സെന്റർ ഉണ്ടെങ്കിൽ വൺസ് ഇൻ എ മന്ത് ഓൾ ഓഫ് യു ക്യാൻ ജോയിൻ. അപ്പോൾ ഒരു സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. നിങ്ങൾ നടത്തുന്ന എക്സ്പെരിമെന്റ് ഇതൊന്നും സിലബസ് അല്ല, ഇത് ഒരു ഫ്രെയിം വർക്ക് മാത്രമാണ്. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെ ക്രിയേറ്റീവ് ആവണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ബുക്കാണ്. ക്രിയേറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും 3-4 പേര് കുറച്ച് സ്റ്റിച്ചിങ് താല്പര്യമുള്ളവരായിരിക്കും, കുറച്ച് എംബ്രോയിഡറി താല്പര്യമുള്ളവരായിരിക്കും, കുറച്ച് ഹാൻഡ് വർക്ക് താല്പര്യമുള്ളവരായിരിക്കും, കുറച്ച് മേക്കപ്പ് താല്പര്യമുള്ളവരായിരിക്കും. ഈ പല കാര്യങ്ങളും അറിയുന്നവരൊക്കെ കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് എല്ലാം അറിയും. അപ്പൊ നമ്മൾ സാധാരണ ആനുവൽ ഡേ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തും സ്കൂളുകളിൽ. അത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാനും ആ സമയത്ത് പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ഫ്രണ്ട്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനേക്കാളും കൂടുതൽ ഈ കുട്ടികൾ വ്യത്യസ്ത പ്രായത്തിലുള്ളവര് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതൊരിക്കലും നടക്കാറില്ല. കാരണം നഴ്സറി ഡാൻസ്, LKG ഡാൻസ്, UKG ഡാൻസ്, അവർ തമ്മിൽ ഇന്ററാക്ഷൻ നടക്കുന്നേ ഇല്ല. ഒറിജിനലി ഇതിന്റെയൊക്കെ ആവശ്യം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും മൾട്ടിപ്പിൾ കുട്ടികൾ മിക്സ് ചെയ്യാനൊക്കെയാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നടത്തുമ്പോൾ ഗ്രാൻഡ് ചൈൽഡ് കെയർ ശിക്ഷ ഗുരുകുലം എന്ന് പറയുന്ന കൺസെപ്റ്റില് ഏജ് 3 to grade 3 ഒരേ ക്ലാസ്സിലാണ് ഇരിക്കുക. ഹയർ കുട്ടികൾക്ക് ചെറിയ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ തന്നെ പറ്റും. ഇപ്പൊ ഞാൻ ബംഗാളിലൊരു സ്കൂളിൽ പോയ സമയത്ത്, കൽക്കട്ടയിൽ നിന്ന് കുറച്ച് സബർബിലാണ്, 10-30 കുട്ടികളുണ്ട്. ചെറിയ ചെറിയ മുറികളാക്കിയിട്ട് തരംതിരിച്ചിട്ട് LKG ക്ലാസ്, UKG ക്ലാസ്, 2 അപ്പാർട്ട്മെന്റ് ആണ് അവരുടെ ആകെ ക്ലാസ്. ഞാൻ പോയി പറഞ്ഞു ഇതൊന്നും പാടില്ല, ഇതൊക്കെ ഓപ്പൺ ആക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ അവർ മാറ്റിയല്ല. അപ്പൊ എല്ലാ പിള്ളേരും ഇരുത്തിയാൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എല്ലാ കുട്ടികളെ ഇരുത്തിയിട്ട് ഞാൻ ക്ലാസ് എടുത്ത് കാണും. ഓക്കെ, അതില് ടീച്ചേഴ്സൊക്കെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ മാറ്റുന്ന വർക്ക്ഷോപ്പാണ് 3 ദിവസം ഞാൻ നടത്തിയത്. അപ്പോൾ എല്ലാ ദിവസവും ഇത്തരം പ്രോഗ്രാമുകൾ നടത്തണമെങ്കിൽ ഒരു വ്യക്തിക്ക് ഹൈലി ക്രിയേറ്റീവായിട്ട് കുറെ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമ്പോൾ യു ക്യാൻ ഷെയർ.
അപ്പോൾ വ്യത്യസ്ത സ്ഥലത്തുള്ളവർ ഷെയർ ചെയ്തിട്ട് ഐഡിയാസ് ഒക്കെ ഉണ്ടാക്കി ആലോചിച്ച്, അല്ലാതെ റൊട്ടീൻ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അല്ല, അതുകൊണ്ടാണ് വി നീഡ് എ ഗുഡ് ഗ്രൂപ്പ്. കാരണം ആ ഗ്രൂപ്പ് ബിക്കം മാർക്കറ്റിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയതുപോലെ അങ്ങനെ കുറെ കുട്ടികൾക്ക്, ഇപ്പൊ ഇന്നലെ കൊല്ലത്തുനിന്ന് ഒരാൾ വിളിച്ചു. ഐ ടോൾഡ് ഹെർ വി വിൽ ഹാവ് എ, അത് ഓൺ ഫോൺ വിളിച്ചപ്പോൾ എടുത്ത് ഉടനെ സംസാരിച്ചുകൊണ്ട് ജിമീറ്റ് റെക്കോർഡ് ആകാൻ പറ്റില്ല. അവരുടെ 12ാം ക്ലാസ്സിലെ കുട്ടി ഇപ്പോ കോട്ടയിൽ പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ് വരെ ഒരു സ്കൂളിലും പോയിട്ടില്ല. അവരുടെ രണ്ടാമത്തെ കുട്ടി ഇതുവരെ ഒരു സ്കൂളും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ പലപ്പോഴും നമ്മുടെ ധരിക്കുന്ന ഈ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു പരിപാടി മാറ്റിയെടുക്കണമെങ്കിൽ ഡി യു സ്കൂളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, ലുക്ക് അറ്റ് അമേരിക്ക, ഡി യു സ്കൂളിംഗ്, അണ്ണു സ്കൂളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അത്ര ആക്സെപ്റ്റബിൾ അല്ലാത്തതുകൊണ്ടാണ് ഐ സെഡ് വി നീഡ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. കാരണം ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ തന്നെ കുറെ കൺസെൻസസ് ഉണ്ടാവും. ദെൻ വി ഹാവ് ഇത് ചെയ്തിട്ടുള്ള കുറെ പ്രോഗ്രാമുകളുണ്ട്. ഇപ്പൊ കൊല്ലത്തുള്ള അവർ ദേ വാണ്ടഡ് ടു മീറ്റ് മീ. ആക്ച്വലി ഐ സെഡ് ഐ വിൽ കം സം ടൈം. അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ യു വിൽ ഫീൽ വാ ഗ്രേറ്റ്. യു ക്യാൻ ഓൾവേസ് സജസ്റ്റ് മീ എ ടൈം, സജസ്റ്റ് മീ എ ഡേറ്റ്, വി വിൽ ഹാവ് എ ജിമീറ്റ്. നിങ്ങളുടെ ഈ കോൺവെർസേഷൻ അത്ര കേൾക്കാൻ പറ്റുന്നില്ല. ഇത് എന്തിനാ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ഓൾ ബിക്കം മൈ ഡോക്യുമെന്റ്സ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയത്. സോ ദിസ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് ഐ ക്യാൻ ടെൽ മൈ ഐഡിയ, ബിക്കോസ് ഐ ആം നോട്ട് കമേഴ്ഷ്യലി ഡൂയിങ്, ഐ ആം നോട്ട് അഡ്വർടൈസിങ്, ഐ ആം ഓൺലി തിങ്കിങ് അബൌട്ട് മൈ ഐഡിയാസ് ആൻഡ് പുട്ടിങ് ഇറ്റ്. കേരളത്തിലെ ഗ്രാൻഡ്മ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം വീഡിയോസ് നോക്കിയാൽ ആദ്യമായിട്ട് 2005 സ്കൂൾ തുടങ്ങിയത് നിങ്ങൾക്ക് കാണാം, വിത്തൗട്ട് എനി ഫർണിച്ചർ ഇൻ കേരള. അതിൽ ആദ്യത്തെ വർഷം 23 അഡ്മിഷനാണ്. എന്റെ ഗ്യാരണ്ടി എന്താ വെച്ചാൽ ആ സ്കൂളിലേക്ക് കയറുന്ന ഒരു കുട്ടിയും ഫസ്റ്റ് ഡേ മിക്കവാറും കുട്ടികൾ കരയല്ലോ, കരയാതെ ചിരിച്ചുകൊണ്ട് കയറുന്നുള്ളതാണ്. ദർ ആർ സ്മോൾ ട്രിക്സ്. ഐ എം എ സൈക്കോതെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സോ ഐ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് കയറുന്ന പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. ദാറ്റ് വിൽ ബിക്കം എ ന്യൂസ്. സോ ദാറ്റ് ഈസ് നോട്ട് എ ബിഗ് പ്രോബ്ലം. അല്ല, അതെപ്പോഴും അങ്ങനെയാ. എല്ലാവരുടെയും, ഞാനൊക്കെ ഇത് അനുഭവിച്ചതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. സി, ഇറ്റ്സ് നോട്ട് കമ്മിങ് ഫ്രം ഹെവൻ. എന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസും മില്യൺസ് ഓഫ് ടീച്ചേഴ്സിനെ കണ്ടിട്ടുള്ള, ലോകത്തിലെ പല സ്കൂൾസുകളിലും പോയിട്ട്, അമേരിക്കയിലെ സ്കൂൾസിലും പിന്നെ ഗൾഫിലുള്ള എല്ലാ സ്കൂൾസിലും ഒക്കെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബുക്കൊക്കെ എഴുതിയത്. കോവിഡ് വാസ് എ ബിഗ് ബ്ലെസ്സിങ് ഫോർ മീ. കോവിഡ് ഉള്ളപ്പോൾ അധികം പണിയൊന്നുമില്ല, ഐഡിയാസ് ഉണ്ട്, അത് എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതി തുടങ്ങിയതാണ്. അത് എഴുതണം എന്ന് വിചാരിച്ചിട്ടോ എഴുതിയൊന്നുമല്ല. കാരണം എൻ്റെ അറിവുകൾ എവിടെയെങ്കിലൊക്കെ ഡോക്യുമെന്റ് ചെയ്യണം. കുട്ടികളുടെ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് വേണം. അതുപോലെ അഡാപ്റ്റീവ് ലേണിംഗ്, നമ്മളെങ്ങനെ കുട്ടികളെ ആയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് ഇൻ 3-2-1 വേൾഡ്. നമ്മൾ ഇപ്പോഴൊക്കെ പഠിപ്പിക്കുന്ന പല സംഭവവും ഏജ് ഓൾഡ് സംഭവമാണ്. അതല്ല വേണ്ടത്. 3-2-1 വേൾഡ് എന്നാണ്. തേർഡ് ഡെക്കേഡ് ഓഫ് 21st സെഞ്ച്വറി. നമ്മളിപ്പോ ഈ 5 കൊല്ലത്തിൽ നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസത്തിൽ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചിന്തിക്കാതെ പലതും ചെയ്യുന്നു. റൊട്ടീൻലി പീപ്പിൾ വിൽ ഗോ. ഡെഫിനറ്റ്ലി ദർ ഈസ് നോ ഗ്രേറ്റ് ലോസ്, ദർ ഈസ് നോ ഗ്രേറ്റ് പ്രോഫിറ്റ്. നമ്മൾ ഏറ്റവും നല്ല തമാശ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെയും ആദ്യത്തെ NIT, IIT ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് NIT തുടങ്ങിയത് മൗലാന ആസാദാണ്. ഓക്കെ, അദ്ദേഹം UGC തുടങ്ങിയ അദ്ദേഹമാണ്. ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ്. ഹി വാസ് ഓൺലി എ ഹോം സ്കൂളിംഗ് പേഴ്സൺ. സ്കൂൾ അറ്റൻഡ് ചെയ്യാത്ത ഒരാളാണ്. അതുപോലും നമ്മുടെ എത്ര വൈസ് ചാൻസലർമാർക്ക് അറിയാം, എത്ര ഹയർ എഡ്യൂക്കേഷൻ ആൾക്കാർക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. സോ വി ഡോണ്ട് സ്റ്റഡി. പഠിക്കണമെങ്കിൽ ദർ ഈസ് എ അൺലിമിറ്റഡ് സ്കോപ്പ്. അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇപ്പോൾ ഒരു കുട്ടി BA ഗ്രാജുവേഷൻ പഠിക്കുന്ന ഒരു കുട്ടി ഡിസ്കസ് ചെയ്യാൻ, അതുകൊണ്ടാണ് വൈകിയത്. ഷി കുഡന്റ് സ്റ്റോപ്പ്. ഈ കെപ്റ്റ് ഓൺ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. കൊല്ലത്തുള്ളൊരു കുട്ടിയാണ്. അപ്പം കണ്ടിന്യൂസ് ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞാൽ അഗൈൻ ഐ ഹാവ് ഇറ്റ് 4 o'clock. അതിപ്പം ഗെറ്റ്സ് ഡിലേഡ് ബിക്കോസ് 4:20 ആയല്ലോ. ഇപ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. സോ ബിഫോർ ദാറ്റ് ലുക്ക് അറ്റ് മൈ കുറച്ച് ഗ്രാൻഡ്മ ചൈൽഡ് കെയർ ഡിസ്കഷൻസിന്റെ ഒക്കെ ഡയലോഗ് ഉള്ളത് കാണുക. ഈ ഡയലോഗും ഐ വിൽ പോസ്റ്റ് ഇറ്റ് ഓൺ യൂട്യൂബ്. നിങ്ങളുടെ ഭാഗം ഡയലോഗ് കട്ട് ചെയ്യും, കാരണം ഒന്നും കേൾക്കാനില്ല. ആ ഷോർട്ട് സാധനം ഒന്നും കേൾക്കാനില്ല. ഐ ആം ഏബിൾ ടു ഗസ് ആൻഡ് ദെൻ സ്പീക്ക്. ദാറ്റ്സ് ഇറ്റ്. ഓഡിയോ ഒന്ന് ക്ലിയർ ആക്കാൻ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നല്ലത്.
ശരി, താങ്ക് യു.